എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC സ്റ്റാൻഡിംഗ് കൗൺസിൽ ശ്രീ എസ് കൃഷ്ണമൂർത്തി വാദത്തിനെതിരെ വാദിച്ചപ്പോൾ അവരുടെ അഭിഭാഷകനായ ശ്രീ MS നായർ സമർപ്പിച്ച ഹർജിയെ എതിർത്തു. ക്ലയന്റിന്റെ ബാധകമായ ചട്ടങ്ങൾ സ്വകാര്യ രജിസ്ട്രേഷൻ അഥവാ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്ന യാതൊന്നും അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായി പഠിക്കാനോ സ്വകാര്യ നിയന്ത്രണമല്ലാത്ത കേന്ദ്രങ്ങളുടെ സഹായത്തോടെ പരീക്ഷ എഴുതാനോ അനുവദിക്കാനുള്ള ഒരു ഉപാധിയാണ് UGC ചട്ടങ്ങൾ പ്രകാരം ഇത് അനുവദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ റിട്ട് ഹർജി തള്ളണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ശ്രീ തോമസ് എബ്രഹാം ഹർജിക്കാർ ആവശ്യപ്പെട്ട ഇളവുകൾ അനുവദിക്കാൻ UGCയുടെ അഡ്വക്കേറ്റിന് കഴിയില്ലെന്ന് കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതിയിലെ കേസ് നമ്പർ ഞാൻ പറയാം. കേസ് നമ്പർ WPC നമ്പർ 32993/2022. പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന സ്കീമിന് UGC വ്യവസ്ഥ ചെയ്യുന്നില്ല എങ്കിൽ സർവകലാശാലയ്ക്ക് മാൻഡമൻസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. മുൻ സാഹചര്യത്തിൽ ഹർജിക്കാർക്ക് ഉചിതമായ സർവകലാശാലയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊണ്ട് ഈ റിട്ട് അവസാനിപ്പിക്കുന്നു. UGCയുടെ അഭിഭാഷകൻ തന്നെ കേരള ഹൈക്കോടതിയിൽ പറയുകയുണ്ടായി, പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്ന യാതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് ഹൈക്കോടതി സർവകലാശാലയ്ക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്താനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ UGC പ്രൈവറ്റ് രജിസ്ട്രേഷൻ എതിരെ കോടതിയിൽ വാദിച്ച കാര്യവും ഇതിൽ പറയുന്നുണ്ട്. അവർ അതിന് അംഗീകാരം നൽകില്ല എന്നും പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വിവരാവകാശ രേഖയിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഖേന കോഴ്സുകൾ നടത്തുന്നതിന് സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് ഈ വകുപ്പിൽ നിന്നും നടപടി സ്വീകരിക്കുന്നില്ല എന്ന്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി വിവരാവകാശ പ്രകാരം പ്രൈവറ്റ് രജിസ്ട്രേഷനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതേപോലെ തന്നെ UGC വിവരാവകാശ പ്രകാരം പ്രൈവറ്റ് രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞ കത്തും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കത്തിൽ UGC പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം UGCയുടെ വിദൂര വിദ്യാഭ്യാസ ബ്യൂറോയുടെ പരിധിയിൽ വരുന്നതല്ല എന്ന്.